അടുത്തൊരു ക്വസ്റ്റൻ ആണ്. In a test on 2000 electric bulbs, it was found that the life of a particular make was normally distributed with an average of 2040 hours and standard deviation 60 hours. അപ്പം ആവറേജ് എന്ന് പറഞ്ഞാൽ മീൻ എന്ന് പറയുന്നത് മീൻ 2040, സ്റ്റാൻഡേർഡ് ഡിവിഷൻ സിഗ്മ എന്ന് പറയുന്നത് 60 hours. പിന്നെ എന്താണ് 2000 ഇലക്ട്രിക് പൾസിന്റെ കാര്യമാണ്. അപ്പൊ ക്യാപിറ്റൽ N 2000 ആണ്. എന്തോ ഡിസ്ട്രിബ്യൂഷൻ ആണ്, നോർമലി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എന്ത് വരും? എക്സ് റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ. ആദ്യം എന്ത് പറയുന്നുണ്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മോർ ദാൻ 2150 hours. അതായത് എന്നിട്ട് എക്സ്റ്റിമേറ്റ് നമ്പർ കണ്ടുപിടിക്കണം, പ്രോബിലിറ്റി കണ്ടുപിടിക്കണം, എന്നിട്ട് എക്സ്റ്റിമേറ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഇതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് മോർ ദാൻ 2150 hours കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2150, മോർ ദാൻ 2150 hours. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എങ്ങനെ എഴുതും? ഇതെങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് രണ്ട് സൈഡിൽ മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ 2150 മൈനസ് മ്യൂ ബൈ സിഗ്മ. എന്താണ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ? അത് ഇസെറ്റ് ആണ്. ഗ്രേറ്റർ ദാൻ 2150 മൈനസ് മ്യൂ എന്താണ്? മീൻ 2040. സിഗ്മ എത്രയാണ്? 60. അപ്പൊ എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് ഇസെറ്റ് ഗ്രേറ്റർ ദാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 1.83 ആണ് കിട്ടുന്നത്. 1.83 ഒരു പോസിറ്റീവ് വാല്യൂ ആണല്ലോ. അതെങ്ങനെ എഴുതാം? നോർമൽ കർവ് ബെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ്, 1.83 പോസിറ്റീവ് സൈഡിലാണ്, അതിനേക്കാളും ഗ്രേറ്റർ. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. ഈ ഏരിയ എങ്ങനെ വിളിക്കും? അടുക്ക് 0 ആണ്, പകുതി 0.5 മൈനസ് 0 to 3 കണ്ടുപിടിച്ചാൽ പോലെ പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസെറ്റ് ലെസ് ദാൻ 1.83. ഇനി 1.83 നമ്മുടെ നോർമൽ ടേബിൾ നോക്കി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 0.5 മൈനസ് 1.83 വരുന്ന വാല്യൂ ആണ് 0.4669. 0.4669 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.0336 എന്ന് കിട്ടും. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിക്വയർഡ് നമ്പർ ഓഫ് ബൾബ്സ്. മൊത്തം 2000 ബൾബ് ഉള്ളതിൽ എത്ര ബൾബാണ് 2150 hours എക്സീഡ് ചെയ്യണേ നോക്കാം. എന്താണ് റിക്വയർഡ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻറ്റു 2000 ചെയ്താൽ മതി. റിക്വയർഡ് നമ്പർ ഓഫ് ബൾബ്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ എത്രയാണ്? 2000 ഇൻറ്റു 0.0336 ചെയ്ത് നോക്കിയാൽ മതി. അതിനൊന്ന് റൗണ്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് 67 കിട്ടും. ഈ 2000 ബൾബിനകത്ത് 67 ബൾബ് മാത്രമാണ് 2150 hours എക്സീഡ് ചെയ്യുന്നത്. അടുത്തെന്താ പറയുന്നു? ലെസ് ദാൻ 1950 hours. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് ചെയ്ത് നോക്കാം. രണ്ടാമത്തത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1950 ഇല്ലേ? എന്ത് ചെയ്യും? രണ്ട് സൈഡ് മ്യൂ കുറയ്ക്കാൻ സിഗ്മ ഡിവൈഡ് ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ 1950 മൈനസ് മ്യൂ ബൈ സിഗ്മ. എന്താണ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ? ഇസെറ്റ് ആണ്. ഇസെറ്റ് ലെസ് ദാൻ 1950 മൈനസ് മ്യൂ എത്ര? 2040 ബൈ സിഗ്മ 60 ബൈ ചെയ്യുമ്പോഴത്തേക്ക് പ്രോബിലിറ്റി ഓഫ് ഇസെറ്റ് ലെസ് ദാൻ നമുക്ക് കിട്ടുന്നത് മൈനസ് 1.5 എന്നാണ് കിട്ടുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു നോർമൽ കർവ് വരയ്ക്കുക. ബെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ്, നെഗറ്റീവ് സൈഡിലാണ് -1.5. എന്താണ്? ലെസ് ദാൻ അതിനേക്കാളും ചെറുത്. ഇസെറ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറുതാണ്. അപ്പൊ ഇത്രയുമാണ് വരുന്നത്. അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? 0.5 നിന്നും ഇത്രയും കുറച്ചാൽ പോരെ. 0.5 മൈനസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസെറ്റ് ലെസ് ദാൻ 1.5 ചെയ്താൽ പോരെ.
0 to minus 1.5 തന്നെയാണ്. 0 to 1.5 രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ 0 to minus 1.5 പകരം 0 to 1.5 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 0.5 നിന്നാണ്. ഇത് നോർമൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് 0.5 മൈനസ് 1.5 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ 0.4332 0.4332 ആണ് വരുന്നത്. മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 0.06868 എന്ന് കിട്ടും. ഇങ്ങനെയല്ല റിക്വയർഡ് നമ്പർ ഓഫ് ബൾബ്സ്. റിക്വയർഡ് നമ്പർ ഓഫ് ബൾബ്സ് എന്ത് വരും? ഇതിനെ 2000 ഇൻറ്റു ചെയ്താൽ മതി. റിക്വയർഡ് നമ്പർ ഓഫ് ബൾബ്സ് എന്ന് പറയുന്നത് ഈ കിട്ടിയ പ്രോബിലിറ്റിയെ 0.0668 ഇൻറ്റു 2000 എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എഴുതണം. കിട്ടുമ്പോഴത്തേക്ക് 134 കിട്ടും. അതായത് ഈ 2000 ബൾബ്സിനകത്ത് 134 ബൾബ് മാത്രമാണ് 1950 അവേഴ്സിനകത്ത് ലൈഫ് ടൈം ഉള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മോർ ദാൻ ഇത്രയും ബട്ട് ലെസ് ദാൻ അത്. അതിങ്ങനെ കണ്ടുപിടിക്കും. തേർഡ് ക്വസ്റ്റ്യൻ ഇതിനേക്കാളും മോർ ദാൻ, മറ്റേനേക്കാളും ലെസ് ആണ്. ഇങ്ങനെ എഴുതാം. ഈ രണ്ടിനിടയ്ക്ക് ഇതെന്ത് ചെയ്യാം? മ്യൂ കുറയ്ക്കാം, സിഗ്മ ഡിവൈഡ് ചെയ്യാം. മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. x മൈനസ് മ്യൂ ബൈ സിഗ്മ 2160 മൈനസ് മ്യൂ ബൈ സിഗ്മ. x മൈനസ് മ്യൂ ബൈ സിഗ്മ z ആണ്. ഇവിടെ നമുക്ക് മ്യൂക്കും സിഗ്മയ്ക്കും വാല്യൂ കൊടുക്കാം. പ്രോബിലിറ്റി ഓഫ് 1920 മൈനസ് മ്യൂ എത്രയാണ്? 2040. സിഗ്മ 60 ലെസ് ദാൻ z ലെസ് ദാൻ 2160 മൈനസ് മ്യൂ 2040 ബൈ 60. ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് പ്രോബിലിറ്റി ഓഫ് ഈ വാല്യൂ കിട്ടുന്നത് -2 ലെസ് ദാൻ z ലെസ് ദാൻ 2 എന്നാണ്. അപ്പോൾ എന്ത് വരും? -2നും 2നും ഇടയ്ക്കാണ്. നോർമൽ കർവ് വരയ്ക്കുമ്പോഴത്തേക്ക് -2 നെഗറ്റീവ് സൈഡിലും +2 പോസിറ്റീവ് സൈഡിലും വരും. ഇതാണ് വേണ്ടത്. ഇതെന്ത് ചെയ്താൽ മതി? 0 മുതൽ 2 പ്ലസ് 0 ടു -2 അല്ലേ? 0 ടു -2 തന്നെയാണ് 0 ടു 2. അപ്പോൾ 0 ടു 2 പ്ലസ് 0 ടു 2 2 അല്ലേ? അപ്പോൾ 2 ടൈംസ് 0 ടു 2 അല്ലേ? 2 ടൈംസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 2 ആണ്. 2ന്റെ വാല്യൂ നോക്കും. 2 ഇൻറ്റു അത് കിട്ടുന്നത് 0.4772 ആണ്. 0.4772 ആണ്. അതായത് 0.9544 എന്ന് കിട്ടും. അപ്പൊ റിക്വയർഡ് നമ്പർ ഓഫ് ബൾബ്സ് എത്ര? റിക്വയർഡ് നമ്പർ ഓഫ് ബൾബ്സ് എന്ന് പറയുന്നത് മൊത്തം 2000 ആണല്ലോ. അത് ഇൻറ്റു ചെയ്താൽ മതി. 0.9544 ഇൻറ്റു 2000 ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1909 ആണ്. അപ്പൊ മൊത്തം 2000-ല് 1909 എണ്ണവും ഈ ലൈഫ് ടൈമാണ്. ഇതിനിടയ്ക്കാണ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. പറയുന്നത് ഒരു സർട്ടൺ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ബൾബ്സിന്റെ ലൈഫ് ടൈം നോർമലി ഡിസ്ട്രിബ്യൂഷൻ ആണ്. മീൻ 1000 അവേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 100 അവേഴ്സ്. അപ്പോൾ മീൻ എത്ര? മീൻ മ്യൂ ആണ്. മ്യൂ 1000 അവേഴ്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 100 അവേഴ്സ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എന്ത് പറയാം? എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ. മ്യൂ തന്നിട്ടുണ്ട്, സിഗ്മയും തന്നിട്ടുണ്ട്. ഈ കമ്പനി ക്ലെയിം ചെയ്യുകയാണ് 95% ഓഫ് ദ ലൈറ്റ് ബൾബ്സ് പ്രൊഡ്യൂസ്ഡ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 95% ഓഫ് ലൈറ്റ് ബൾബ്സും അറ്റ്ലീസ്റ്റ് 900 അവർ എങ്കിലും വർക്ക് ചെയ്യുമെന്നാണ്. കുറഞ്ഞത് 900 അവർ എങ്കിലും വർക്ക് ചെയ്യുന്ന അവർ ക്ലെയിം ചെയ്യുകയാണ്. അത് കറക്റ്റ് ആണോ നമ്മൾ നോക്കിയാണ്. അവരുടെ ക്ലെയിം കറക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇവർ ക്ലെയിം ചെയ്യുന്ന എന്താണ്? അവരുടെ 95% ഓഫ് പ്രോഡക്റ്റും 900 അവർ എക്സീഡ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 900 എന്ന് പറയുന്നത് 95% ആണ്. 95/100 ആണ് എന്ന് പറഞ്ഞാൽ 0.95 ആണെന്നത് ക്ലെയിം ചെയ്യുകയാണ്. ശരിയാണോ നോക്കാം. ഇത് കണ്ടുപിടിച്ച് നോക്കാം. അത് കിട്ടുമോ നോക്കിയാൽ പോരെ? ഇത് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അത് കിട്ടുമോ നോക്കിയാൽ മതി. അതായത്
ഇതെന്ത് ഇങ്ങനെ ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് രണ്ട് സൈഡും മ്യൂ കുറയ്ക്കാം, സിഗ്മ ഡിവൈഡ് ചെയ്യാം. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 900 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ഇസെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 900 മൈനസ് മ്യൂ എത്ര? 1000, സിഗ്മ എത്ര? 100. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ഇസെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്നല്ലേ? എന്ത് ചെയ്താൽ മതി? ഒരു നോർമൽ കർവ് വരച്ചെടുക്കണം. വെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ്, നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സൈഡിൽ അതിനേക്കാളും വലുതാണ്. ഇതാ അപ്പൊ ഇത്രയും വരും. ഇത്രയും എന്താണ്? പകുതി 0.5 ആണ്. 0.5ന്റെ കൂടെ പിന്നെ 0 to -1 കൂടെ ഇല്ലേ? അതായത് 0.5 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 to -1 തന്നെയാണ്, 0 to പോസിറ്റീവ് ആണ്. 0 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ 1. ഇനി എന്താണ്? നോർമൽ ടേബിൾ നോക്കിയിട്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു. അപ്പം 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ നമ്മൾ എടുക്കും. നോർമൽ ടേബിൾ ഉണ്ട്, ഒരു നോർമൽ ടേബിൾ ഉണ്ട്. ആ നോർമൽ ടേബിൾ എടുത്തിട്ട് എന്ത് ചെയ്യും? നോർമൽ ടേബിൾ ഇതാണ്. ഇനി കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് നോർമൽ ടേബിൾ ഇതാണ്. ഇതിനകത്തുള്ള 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇവിടെ ഇങ്ങനെ 0.0, 0.0, 0.1, 0.2 അങ്ങനെ താഴോട്ട് ഇങ്ങോട്ട് വാല്യൂ ഉണ്ട്. ഇവിടെ 0.00, 0.01, 0.02 അങ്ങനെ 0.09 വരെ വാല്യൂസ് ഉണ്ട്. അപ്പം ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ 1.0യും ഇവിടെ 0.00യും വരുന്ന വാല്യൂ ആണ്. ആ വാല്യൂ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 0.3413 എന്ന് കിട്ടും. 0.5 പ്ലസ് 0.3413 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 0.8413 എന്നാണ്. എന്ന് പറഞ്ഞാൽ 84% ഉള്ളൂ. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബ്സിൽ 84% മാത്രമേ അറ്റ്ലീസ്റ്റ് ഇത്രയും അവർ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഇവർ പറയുന്നതാണ് 95% പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത്. പക്ഷെ അപ്പൊ എന്താണ്? ഈ കമ്പനിയുടെ ക്ലെയിം തെറ്റാണ്. അപ്പൊ കമ്പനി കറക്റ്റ് അല്ല, കിട്ടിയില്ലേ? അപ്പൊ കമ്പനിയുടെ ക്ലെയിം കറക്റ്റ് ആണോ അല്ലേ നമ്മൾ നോക്കി. നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് 84% കിട്ടിയുള്ളൂ. ഇവരുടെ ക്ലെയിം 95% ആണ്. അപ്പൊ എന്താണ്? ഇവരുടെ ക്ലെയിം ശരിയല്ല. ആൻസർ ആയില്ലേ? ഒരു കമ്പനിയില് 1000 വർക്ക്മേ അവരുടെ വീക്ക്ലി വേജ് അതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ്. അത് നമ്മുടെ നോർമലി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. മീൻ പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ മ്യൂ ആൻഡ് സിഗ്മ. മീൻ എത്ര? മ്യൂ എന്ന് പറയുന്നത് 500, സിഗ്മ എത്ര? 50. ഇനി ഈ താഴെ പറയുന്നത് കണ്ടുപിടിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അവരുടെ വീക്ക്ലി വേജ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 400 rupees ആൻഡ് 600 rupees. 400നും 600നും ഇടയ്ക്ക് വീക്ക്ലി വേജസ് കിട്ടുന്ന നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര? അപ്പൊ 400നും 600നും ഇടയ്ക്ക് വീക്ക്ലി വേജ് കിട്ടുന്ന പ്രോബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര? 1000 ആണ്. അത് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ഓഫ് 400 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 600. 400നും 600നും ഇടയ്ക്ക് വീക്ക്ലി വേജ് കിട്ടാനുള്ള പ്രോബിലിറ്റി നോക്കാം. എന്ത് ചെയ്താൽ മതി? 3 സൈഡും മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ ഇവിടെ 400 ആയിരുന്നു. 400 മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ 600 മൈനസ് മ്യൂ ബൈ സിഗ്മ. നമ്മൾ 3 സൈഡും മ്യൂ കുറച്ചു, സിഗ്മ ഡിവൈഡ് ചെയ്തു. എന്താണ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ? അത് ഇസെഡ് ആണ്. പ്രോബിലിറ്റി ഓഫ് 400 മൈനസ് മ്യൂ 500 സിഗ്മ 50 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ 600 മൈനസ് 500 ബൈ 50. അപ്പൊ എന്ത് വരും? ഇവിടെ -2 ആണ്. പ്രോബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ 2. -2 മുതൽ 2 വരെയുള്ള പ്രോബിലിറ്റി ആണ് വേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? ബെൽ ഷേപ്ഡ് ആണ് നോർമൽ കർവ്. -2 നെഗറ്റീവ് സൈഡിലും +2 പോസിറ്റീവ് സൈഡിലുമാണ്. അപ്പൊ ഈ ഇടയ്ക്ക് വന്ന റീജിയന്റെ ഏരിയ ആണ് വേണ്ടത്. എന്ത് ചെയ്താൽ മതി? 0 to 2 പ്ലസ് 0 to -2 അല്ലേ? 0 to -2 തന്നെയാണ് 0 to 2. അപ്പൊ 0 to 2 പ്ലസ് 0 to 2 അല്ലേ? അപ്പൊ 2 times 0 to 2 എടുത്താൽ മതിയല്ലോ. 2 times പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ 2 അല്ലേ? ഇനി നോർമൽ ടേബിൾ നോക്കിയിട്ട് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കും. കിട്ടുന്നത് 0.4772 എന്നാണ്. അപ്പൊ 2 ഇൻറ്റു 0.4772 ഇൻറ്റു നോക്കുമ്പോഴത്തേക്ക് 0.9544 എന്ന് കിട്ടും. ഇനി എന്താണ്? നമ്പർ ഓഫ് വർക്കേഴ്സ് കണ്ടുപിടിക്കാം.
ഈ 400-നും 600-നും ഇടയ്ക്ക് വീക്ക്ലി വേജസ് കിട്ടുന്നതാണ് നമ്പർ ഓഫ് വർക്കേഴ്സ്. നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ്? ഇൻറ്റു 1000 ചെയ്താൽ മതി. മൊത്തം 1000 പേരാണല്ലോ. നമ്പർ ഓഫ് വർക്കേഴ്സ് whose weekly wage between 400 and 600 is 1000 കൊണ്ട് ഈ കിട്ടിയ പ്രോബിലിറ്റി ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 0.9544 എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 954 കിട്ടും. അപ്പോൾ മൊത്തം 1000 പേരുടെ 954 പേർക്കും വീക്ക്ലി വേജ് ബിറ്റ്വീൻ 400 and 600 ആണ്. അടുത്ത് നോക്കേണ്ടതാണ് ലെസ് ദാൻ ₹400. അതായത് ലെസ് ദാൻ 400 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം പ്രോബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ഇൻറ്റു 1000 ചെയ്യുക. രണ്ടാമത്തത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 400. അപ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ 400 മൈനസ് മ്യൂ ബൈ സിഗ്മ. എന്താണ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ? ഇസഡ് ആണ്. ഇസഡ് ലെസ് ദാൻ 400 മൈനസ് മ്യൂ എത്ര? മ്യൂ 1000, മ്യൂ 500, സിഗ്മ 50. അപ്പോൾ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ഇസഡ് ലെസ് ദാൻ -2 അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? -2-നേക്കാളും ബാക്കിലാണ്, -2-നേക്കാളും ലെസ് ദാൻ ആണ്. ഒരു നോർമൽ കർവ് വരച്ചു നോക്കും. -2 അതിനേക്കാളും ബാക്കിലാണ്, അതിനേക്കാളും ചെറുത്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ആ ഷെയ്ഡർ റീജിയന്റെ ഏരിയ എന്താണ്? പകുതി 0.5 ആണ്. 0.5 നിന്നും 0 to -2 കുറച്ചാൽ മതി. 0 to -2 തന്നെയാണ് 0 to 2. അപ്പോൾ എന്താണ്? 0.5 നിന്നും പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2 ചെയ്താൽ മതി. 0 to 2 നമുക്കറിയാം 0.4772 ആണ്. 0.5 മൈനസ് 0.4772 ആണ്. ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 0.0228 എന്ന് കിട്ടുന്നത്. 0.0228. നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂസ് വീക്ക്ലി ഏജ് ഈസ് ബിലോ 400 rupees എന്താണ്? നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 1000 ചെയ്താൽ മതി. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റു 1000 ചെയ്യും. 1000 ഇൻറ്റു 0.0228 എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് 23. 23 പേർക്കാണ്, ഈ 1000 പേരിലെ 23 പേർക്കാണ് വീക്ക്ലി വേജ് ബിലോ 400 rupees. ഇനി എന്താണ്? വീക്ക്ലി വേജ് എബോ 600 rupees എന്ന് വിളിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 3. മൂന്നാമത് പ്രോബിലിറ്റി ഓഫ് വീക്ക്ലി വേജ്. വീക്ക്ലി വേജ് ആണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് ഗ്രേറ്റർ ദാൻ 600 രൂപ. എന്ത് ചെയ്യും? രണ്ട് സൈഡും മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ 600 മൈനസ് മ്യൂ ബൈ സിഗ്മ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇത് ഇസഡ് ആണ്. ഗ്രേറ്റർ ദാൻ 600 മൈനസ് മ്യൂ 100 ആണ്. 100 അല്ലല്ലോ, 500 ആണ്. സിഗ്മ 50 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് കിട്ടും. ഇസഡ് ഗ്രേറ്റർ ദാൻ 2 എന്താണ്? നമ്മളൊരു കാർവ് വരയ്ക്കുമ്പോഴത്തേക്ക് അത് പോസിറ്റീവ് സൈഡിലാണ്. 2 പോസിറ്റീവ് സൈഡിലാണ്, അതിനേക്കാളും ഗ്രേറ്റർ. അപ്പോൾ ഇങ്ങോട്ടുള്ള വാല്യൂസ് എത്രയും വരും? ഇതെന്താണ്? 0.5 നിന്നും 0 to 2 കുറച്ചാൽ പോരെ. 0.5 മൈനസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2 ആണ്. നോർമൽ ടേബിൾ നോക്കിയിട്ട് 0 to 2 വാല്യൂ കണ്ടുപിടിക്കുക. അതായത് 2.0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. നമ്മുടെ നോർമൽ ടേബിൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 2.0 ഉണ്ട്, ഇവിടെ ഒരു 0.00 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ വരും. ആ വാല്യൂ എന്താണെന്ന് നോക്കി എഴുതുക. അത് കിട്ടുന്നത് 0.4772 എന്നാണ്. അപ്പോൾ 0.5 മൈനസ് 0.4772 മനസ്സിൽ എന്ത് വരും? 0.0228 ആണ്. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്താണ്? ഇൻറ്റു 1000 ചെയ്താൽ മതി. നമ്പർ ഓഫ് വർക്കേഴ്സ് അതായത് നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂസ് വീക്ക്ലി വേജ് ഈസ് എബോ 600 rupees ഈസ് 0.0228 ഇൻറ്റു 1000. അതായത് 23 എന്നെ കിട്ടും. റൗണ്ട് ചെയ്തത് 23 പേരെന്ന് കിട്ടും. ഈ 1000 പേരുടെ 23 പേർക്കാണ് 600 രൂപയെക്കാളും എബോ വീക്ക്ലി വേജ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
എക്സ് ഈസ് എ നോർമൽ റാൻഡം വേരിയബിൾ വിത്ത് മീൻ 50. മീൻ എത്രയാണ്? മ്യൂ 50. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 10. ഫൈൻഡ് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ആൽഫ തന്നിട്ടുണ്ട് 0.10. ഇതിന് എന്ത് ചെയ്യാം? രണ്ട് സൈഡും മ്യൂ കുറയ്ക്കാം, സിഗ്മ ഡിവൈഡ് ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ ആൽഫ മൈനസ് മ്യൂ ബൈ സിഗ്മ ഈക്വൽ ടു 0.10 എന്ന് കിട്ടി. എന്താണ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ? ഇസഡ് ആണ്. ഇസഡ് ലെസ് ദാൻ ആൽഫ മൈനസ് മ്യൂ നമുക്കറിയാം. മ്യൂ എത്ര? 50. സിഗ്മ എത്ര? 10 ഈക്വൽ ടു 0.10 എന്ന് കിട്ടി. നമുക്ക് ഇവിടുത്തെ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെന്ത് ചെയ്യാം? ഈ ആൽഫ മൈനസ് 50/10 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ്. പോസിറ്റീവ്. അപ്പൊ നോർമൽ ടേബിൾ, നോർമൽ കർവ് വരച്ചു നോക്കി. ഈ ആൽഫ മൈനസ് ബീറ്റ, ആൽഫ മൈനസ് 50/10 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈഡിലായിരിക്കും. അതിനേക്കാൾ ലെസ് ദാൻ ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ ബാക്കിലോട്ടുള്ള വാല്യൂസ് ആണ്. ഇത്രയും വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും 0.1 അല്ല, 0.5 കുറെ കൂടെ വരും. വലിയ വാല്യൂ ആണ്. അപ്പൊ 0.10 അല്ല. അപ്പോൾ പോസിറ്റീവ് സൈഡിലല്ല. അപ്പൊ നെഗറ്റീവ് സൈഡിൽ വരച്ച് നോക്കാം. നെഗറ്റീവ് സൈഡിൽ വരച്ച് നോക്കുകയാണെങ്കിലോ നെഗറ്റീവ് സൈഡിലാണ് ഈ ആൽഫ മൈനസ് 50/10. അതിനേക്കാളും ബാക്കിൽ, ലെസ് ദാൻ ആണ്, അതിനേക്കാളും ബാക്കിൽ അത്രയ്ക്കുള്ള വാല്യൂ ഉള്ളൂ 0.10. നെഗറ്റീവ് ആണ്, ഉറപ്പാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ രീതിയിൽ എഴുതാം. എന്താണ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്നത്? പകുതി 0.5 ആണ്, ഇത്രയും 0.5. 0.5ൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 0 to ഇത്രയും കുറച്ചാൽ പോരെ? പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ആൽഫ മൈനസ് 50/10 കുറച്ചാൽ പോരെ? അപ്പൊ നമുക്ക് 0.10 എന്ന് കിട്ടണം. അപ്പൊ ഈ പ്രോബിലിറ്റി മാത്രം എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ആൽഫ മൈനസ് 50/10 എന്ന് പറയുന്നത് 0.40 ആണ്. ഇനി നമ്മൾ നോർമൽ ടേബിൾ നോക്കിയിട്ട് 0.40ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കും. പക്ഷെ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആൽഫ മൈനസ് 50/10 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ടേബിൾ നോക്കിയിട്ട് ഈ 0.40 വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ 1.28 ഒരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. നോർമൽ ടേബിൾ 0.40 വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 0.40 വരുന്നുണ്ട്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ അതിന് നേരെയുള്ള വാല്യൂ 1.2 ആണ്. ഇതിന് നേരെ വരുന്ന വാല്യൂ 0.08 ആണ്. രണ്ടും കൂടെ ചേരുമ്പോഴാണ് 1.2 പ്ലസ് 0.08 1.28 ആണ്. പക്ഷെ ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സൈഡിലായിരുന്നല്ലോ. നെഗറ്റീവ് സൈഡിലായിരുന്നു. അപ്പൊ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 1.28 ആണ്. അപ്പൊ ഇവിടെ ആൽഫ എന്ത് കിട്ടും? ആൽഫ മൈനസ് 50 ആണ്. നെഗറ്റീവ് 1.28 ഇൻറ്റു 10. അപ്പൊ നെഗറ്റീവ് 12.8 എന്ന് കിട്ടും. അപ്പൊ ആൽഫ എന്താണ്? ഈ 50 അങ്ങ് അപ്പുറത്ത് പോകും. 50 മൈനസ് 12.8. അപ്പൊ എന്താണ് കിട്ടുന്നത്? 37.2 എന്ന് കിട്ടും. ആൽഫയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് ബീറ്റയുടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. എളുപ്പമല്ലേ? ബീറ്റയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത കണ്ടീഷൻ നോക്കുക. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബീറ്റ എന്ന് പറയുന്നത് 0.05 ആണ്. രണ്ട് സൈഡും മ്യൂ കുറയ്ക്കാം, സിഗ്മ ഡിവൈഡ് ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ ബീറ്റ മൈനസ് മ്യൂ ബൈ സിഗ്മ ഈക്വൽ ടു 0.05. എന്താണ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ? ഇസഡ് ആണ്. ഇസഡ് ഗ്രേറ്റർ ദാൻ ബീറ്റയുടെ വാല്യൂ അറിഞ്ഞുകൂടാ. മ്യൂ 50 ആണ്, സിഗ്മ 10 ആണ്. ഈക്വൽ ടു 0.05 ആണ്. ഇനി ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. ഇതെന്താണ്? ഈ ബീറ്റ മൈനസ് 50/10 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അറിയില്ല. നമ്മൾ പോസിറ്റീവ് ആണെന്ന് ആദ്യം വിചാരിച്ചു നോക്കി. അപ്പൊ എന്താണ്? നോർമൽ കർവ് വരച്ചു, ബെൽ ഷേപ്ഡ് ആണ്. പോസിറ്റീവ് സൈഡിലെ ഒരു ബീറ്റ മൈനസ് 50/10 എടുത്ത് നോക്കി. ഇസെറ്റ് ഗ്രേറ്റർ ദാൻ ആണ്, അതിനേക്കാളും വലുത്. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇതാ ഈ സൈഡാണ്. അത്രയുള്ള വാല്യൂ ഉള്ളൂ. 0.05 ചെറിയ വാല്യൂ ഇല്ല, അത്രയ്ക്കുള്ള വാല്യൂ ഉള്ളൂ. ശരിയാണ്, പോസിറ്റീവ് സൈഡ് തന്നെയാണ്. എങ്ങനെ എഴുതാം? പകുതി 0.5 ആണ്. 0.5ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 0 to ഇത്രയും കുറച്ചാൽ പോരെ? പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ബീറ്റ മൈനസ് 50/10 കുറച്ചാൽ മതി. ആ കിട്ടുന്നതാണ് 0.05. അപ്പോൾ പ്രോബിലിറ്റി മാത്രം എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ബീറ്റ മൈനസ് 50/10 എന്ന് പറയുന്നത് 0.45 എന്ന് കിട്ടും. ഇനി നമ്മുടെ നോർമൽ ടേബിൾ നോക്കിയിട്ട്
0.45 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ നോർമൽ ടേബിൾ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു 0.45 വന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുക. അപ്പോൾ വരുന്നത് 1.65 ആണ്. അപ്പോൾ ഇവിടെ 1.6ഉം ഇവിടെ 0.05 ആണ്. 1.6 നോക്കിയപ്പോഴത്തേക്ക് 1.45 വന്നിലേക്ക് ഏറ്റവും അടുപ്പിച്ച് വരുന്നത് 0.45ന് ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ എടുത്താൽ മതി. കറക്റ്റ് 0.45 കാണില്ല. അവിടെ എന്താണോ കാണുന്നത് അതിന്റെ ഏറ്റവും 0.45 ഏറ്റവും അടുപ്പിച്ച് വരുന്നത് എന്താണ് 1.6ഉം 0.05 ആണ് കൂടെ ചേർക്കുമ്പോൾ 1.65 ആണ് കിട്ടുന്നത്. പോസിറ്റീവ് സൈഡിലാണ്. ബീറ്റ മൈനസ് 50/10 എന്ന് പറയുന്നത് 1.65 ആണ്. അപ്പോൾ ബീറ്റ മൈനസ് 50 എന്ത് കിട്ടും? 16.5 ആണ്. അപ്പോൾ ബീറ്റ എന്ത് കിട്ടും? 50 പ്ലസ് 16.5 ആണ്. 66.5 എന്ന് കിട്ടി. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് വിത്ത് മീൻ 1 ആൻഡ് വേരിയൻസ് 4. മീൻ എന്താണ്? മ്യൂ 1 ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ് 4. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 2 ആണ്. അതിന്റെ റൂട്ടാണ്. ആദ്യത്തേത് ഒന്നാമത്തേത് ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് -3 ലെസ് ദാൻ 3 ആണ്. ഇന്ത്യയിലെ മതി 3 സൈഡും മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. പ്രോബിലിറ്റി ഓഫ് -3 മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ 3 മൈനസ് മ്യൂ ബൈ സിഗ്മ. 3 സൈഡും മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. മ്യൂവിന്റെ വാല്യൂ അറിയാം. പ്രോബിലിറ്റി ഓഫ് -3 മൈനസ് 1 ബൈ സിഗ്മ 2 ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസഡ് ആണ്. ലെസ് ദാൻ 3 മൈനസ് മ്യൂ എത്ര? 1 സിഗ്മ 2. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് -4/2 ആണ്. -2 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2 ആണ് വരുന്നത്. -2നും 2നും ഇടയ്ക്കാണ്. എന്ത് ചെയ്താൽ മതി? ഒരു നോർമൽ കർവ് വരച്ച് നോക്കുക. നമ്മളിവിടെ ഫോർമുല കാണാതെ പഠിക്കുന്നില്ല. നമ്മൾ നോർമൽ കർവ് വരച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുന്നത്. അടുത്ത് 0 ആണ്. നെഗറ്റീവ് ടു നെഗറ്റീവ് സൈഡിൽ, പോസിറ്റീവ് ടു പോസിറ്റീവ് സൈഡിൽ. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ഈ ഏരിയയാണ് നമ്മുടെ ആവശ്യമുള്ള ഏരിയ. അപ്പോൾ ഇതിന്റെ ഏരിയ എന്താണ്? 0 to 2 പ്ലസ് 0 to -2 അല്ലേ? 0 to -2 തന്നെയാണ് 0 to 2. സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് എന്നാണ്. 0 to -2 തന്നെയാണ് 0 to 2. അപ്പോൾ 0 to 2 പ്ലസ് 0 to 2 അല്ലേ? അപ്പോൾ 2 ടൈംസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2 ആണ്. 2 ടൈംസ് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ 0.4772 ആണ്. അപ്പോഴത്തേക്ക് 0.8185 എന്ന് കിട്ടും. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട്. സെക്കൻഡ് വേണ്ട എന്താണ്? കെ കണ്ടുപിടിക്കണം. കൺഫ്യൂഷൻ തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയുന്നത് 0.9 ആണ്. അതായത് നമ്മൾ രണ്ട് സൈഡും മ്യൂ കുറയ്ക്കും, സിഗ്മ ഡിവൈഡ് ചെയ്യും. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് മ്യൂ ബൈ സിഗ്മ ഈക്വൽ ടു ആണ് 0.9. പ്രോബിലിറ്റി ഓഫ് എക്സ് എത്ര? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസഡ് ആണ്. ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് മീൻ 1 ആണ്, സിഗ്മ 2 ആണ്. ഈക്വൽ ടു 0.9 ആണ് കിട്ടി. ഇനി എന്താണ്? ഈ കെ മൈനസ് 1/2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. നമ്മൾ ആദ്യം പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു നോർമൽ കർവ് വരച്ചു. ബെൽ ഷേപ്ഡാണ്. ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. കെ മൈനസ് 1/2 അതിനെക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതിന്റെ ബാക്കോട്ടുള്ള എല്ലാ വാല്യൂ വരും എന്ന് പറയുമ്പോൾ 0.5നേക്കാളും വലിയ വാല്യൂ ആണ്. ശരിയാണ്. 0.9 അല്ലേ? ശരിയാണ്. ഇത്രയും കണ്ടുപിടിക്കാൻ ചെയ്യണം. പകുതി 0.5 ആണ്. 0.5 പ്ലസ് ബാക്കി 0 to അത്രയും കണ്ടുപിടിച്ചാൽ പോലെ. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ കെ മൈനസ് 1/2 അതാണ് 0.9. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ കെ മൈനസ് 1/2 എന്ത് വരും? 0.9 മൈനസ് 0.5 ആണ്. 0.4 എന്ന് കിട്ടും. ഇനി നോർമൽ ടേബിൾ നോക്കിയിട്ട് 0.4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കെ മൈനസ് 1/2ന്റെ വാല്യൂ എന്താണോ അത് എഴുതുക. കെ മൈനസ് 1/2 വരുന്നത് 1.29 ആണ് നോർമൽ ടേബിൾ. ഇവിടെ എവിടെയും ഒരു 0.4 കിട്ടി. 0.4 കറക്റ്റായിട്ട് വരില്ല. അതിന് അടുപ്പിച്ചുള്ള വാല്യൂ, ഏറ്റവും അടുത്തുള്ള വാല്യൂ 0.4 എടുത്തിട്ട് അതിന് നേരെ വരുന്ന വാല്യൂ 1.2. ഇതിന് നേരെ വരുന്ന വാല്യൂ എടുക്കും 0.09. അപ്പോൾ 1.29 ആണ് കിട്ടുന്നത്. പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് അല്ല. 1.29 അത് കെ മൈനസ് 1/2 ആണ്. അപ്പോൾ കെ മൈനസ് 1 എത്ര കിട്ടും? 1.29 × 2
അപ്പോൾ കെ എത്ര കിട്ടും? 1 കൂടെ ആഡ് ചെയ്താൽ മതി. 1 പ്ലസ് 1.29 ഇൻറ്റു 2 ആണ് കിട്ടുന്നത്. 3.5 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.